മാഡം, എഡിറ്റർ ഒന്ന് കാണണം. നേരെ പൊക്കോളൂ. ശരി, പറഞ്ഞോളൂ. നിങ്ങൾ എന്നെ സഹായിക്കുന്ന വിശ്വാസം കൊണ്ടാണ് ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്നത് സർ. സഹായോ? നിങ്ങൾ ഏത് ട്രസ്റ്റിൽ നിന്നാ വരുന്നേ? ഫുഡാണോ വേണ്ടത് അതോ വസ്ത്രങ്ങളാണോ? ട്രസ്റ്റ് ഒന്നും അല്ല സർ. ഞങ്ങളുടെ ഗ്രാമത്തില് 2500 കുടുംബങ്ങളുണ്ട് സർ. അതിനാവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് സർ. ഇതൊന്നും നോക്കിയിട്ട് സർ നല്ലൊരു തീരുമാനം തരണം. ഇതെങ്ങനെയെങ്കിലും പബ്ലിഷ് ചെയ്ത് ഞങ്ങളുടെ ആൾക്കാരെ ഒന്ന് നിങ്ങൾ രക്ഷിക്കണം സർ. സർ എങ്ങനെയെങ്കിലും ഞങ്ങളോട് ദയവ് കാണിക്കണം സർ. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത്. കുട്ടി, ഇത് പബ്ലിഷ് ചെയ്യാൻ കവിതയോ ജോക്കൊന്നും അല്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റർ ആണ്. ഒരുപാട് നൂലമാലകളുണ്ട്. ഗവൺമെന്റിനെ എതിർക്കുന്ന പോലെയാ ഈ ന്യൂസ് പബ്ലിഷ് ചെയ്താ എന്റെ അവസ്ഥ എന്താവും അറിയോ? എന്റെ ബിസിനസിനും ജീവനും 0% കൂടെ ഗ്യാരണ്ടി ഇല്ല. ഒരു പത്രം നടത്തുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ സർ? പിന്നെ ഞങ്ങളെ പോലെ പാവപ്പെട്ടവരുടെ ഗതി എന്താ സർ? നോ മോർ എക്സ്പ്ലനേഷൻ പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. മുല്ലമ്പാറ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ഇതുപോലെയുള്ള ന്യൂസൊക്കെ പബ്ലിസിറ്റി ചെയ്താലല്ലേ ഈ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. അവർക്കും ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലെന്ന് ഒരു തോന്നലുണ്ടാകും. ഇതാണ് പത്രത്തിന്റെ ധർമ്മവും. വളരെ നന്ദി സർ. പക്ഷേ എന്ത് ചെയ്യാനാ, നടിമാര് പട്ടിയെ വളർത്തുന്നു. നിയമസഭ പൊളിഞ്ഞ സഭ. കീർത്തി സുരേഷിന്റെ ഗ്ലാമർ. ഇതുപോലെ കമേഴ്ഷ്യലായിട്ട് എഴുതിയാലേ 4 കാശുണ്ടാക്കാൻ പറ്റൂ. നീ അന്വേഷിച്ചു വന്ന നല്ല മനുഷ്യൻ ഞാനല്ല. അതുകൊണ്ട് നീ ചെല്ല്. ആരാ നീ? എന്താ വേണ്ടത്? എനിക്കൊന്ന് എഡിറ്ററെ കാണണമായിരുന്നു. നിനക്കൊന്ന് വേറെ ഒരു പണിയില്ലേ? എഡിറ്ററെ കാണണം, അയാളെ കാണാം, ഇയാളെ കാണാന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത ആൾക്കാരെ എന്തിനാ അകത്ത് വിടാന്ന് പറഞ്ഞ് മാനേജർ എന്നെ വഴക്ക് പറയുന്നത്? പ്ലീസ് സർ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്ന് കണ്ടിട്ട് പൊക്കോളാം. ഇല്ല, അതൊന്നും പറ്റില്ല. പറയുമോളെ, എനിക്കൊന്ന് കളക്ടറെ കാണണം. ഒരു ദിവസം 100 പേര് വരുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഈ നോട്ടീസ് ഒന്ന് കളക്ടർ എടുത്ത് കൊടുക്കണം. അല്ല, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ദിവസം പേപ്പർ നോട്ടീസ് പറഞ്ഞിട്ട് എന്താ ഇത്? മോളെ നോക്ക്, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അയ്യോ, എന്ത് പറ്റി? അല്ല, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഇപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സമ്മതിക്കണമെങ്കിൽ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടെ വരണം.
നമസ്കാരം, വരൂ സാർ. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും ഒരു പോംവഴിയല്ല. എന്റെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചാൽ അതിനൊരു തീരുമാനം ഉണ്ടാവൂ. എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളിവിടെ വരുത്തിയത്. പ്ലീസ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ. എന്റെ പേര് ചെമ്പരുത്തി. മലമ്പുഴയില് മുള്ളൻപാറ എന്ന നാട്ടില് ജീവിച്ച ആദിവാസികളിൽ ഞാൻ ഒരാളാ. പേര് വേണേ ലക്കി ബോളായിരിക്കും, പക്ഷെ നീ അൺലക്കിയാ. നിന്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്താലേ അത് ഒരിക്കലും അടിക്കത്തില്ല. ഇതിനാ പറയുന്നത് നിന്റെ മോന്ത കണ്ണാടിയിൽ കാണരുതെന്ന്. കണ്ടോ, ഇത് കേരളമാണ്. ലാട്ടറി ലാട്ടറി കേരള ലാട്ടറി. മുള്ളംപാറ ഇന്ത്യൻ എയർലൈൻസ് എടുക്കാൻ പോവാണ്. വേഗം വന്നോളൂ. വാ വാ വാ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. എന്റെ ആയനമൊപ്പ ഇന്നലെ രാത്രി മുതല് നടുവേദനയാന്ന് പറഞ്ഞ് കിടന്നു ഉരുളുവാ. എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. മൂപ്പനൊന്ന് നോക്കിയാ. വെറുതെ ഒച്ചവെക്കല്ലേ, ഒന്ന് തിരിച്ചു കിടത്തിയേ. ആ, മിണ്ടാതിരിക്കേ. അതെ, ആ ഒലിക്കൊന്ന് തന്നെ. കറുത്ത മുത്തപ്പ, ഇത് വെച്ച് കുത്താനായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് കുത്തിയാനാ ഞാൻ. എണിക്കടാ. നന്ദി മൂപ്പ. എനിക്ക് നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കേ ഇല്ല. നടുവേദന മാറില്ല, മര്യാദക്ക് വീട്ടിൽ പോയി കിടക്കാൻ നോക്ക്, വേറെ പണിയില്ല. എടാ മച്ചൊന്ന് നിർത്തടാ. ഏയ് ഡാ കുമരാ, മൂപ്പ അവിടെ നിന്നേ, ഞാതാ വരുന്നു. നിന്റെ അമ്മയ്ക്ക് തലവേദന അടുത്ത് ഈ മരുന്ന് അതെ പൂഞ്ചോലിക്കാണോ? മാതാവിന്റെ പേര് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ? പേര് പറയാനല്ലേ മക്കള്. എന്നാ ശരി, വരട്ടെ മൂപ്പ. വേഗം വണ്ടി എടുക്ക്, പോ. ഒരു സമയത്തിന്റെ രാജാവ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്താ? എന്തിനാ ഹോൺ അടിച്ചോണ്ടേ ഇരിക്കുന്നേ? നീ മാത്രമല്ലല്ലോ കോളേജിലേക്ക് പോകുന്നത്, വേറെ എത്രയോ പേര് പോകുന്നുണ്ട്. ജീവിതത്തിന്റെ സമയത്തിന് വലിയ വിലയുണ്ട്. ഒന്ന് പോയിക്കേ. ചെമ്പരത്തി, ചുരിദാർ ഇഷ്ടായോ? ഐ ഫീൽ ഗോർജിയസ്. എന്ത്, നിനക്ക് ഇഷ്ടായില്ലേ? മണ്ടച്ചാരെ, എനിക്ക് ഇഷ്ടായി. ഓ അളിയോ, അത് മേടിച്ചതേ ഞാനാ. ആ, കാശ് കൊടുത്തത് ഞാനാ. എടാ, നീ തന്ന കാശിനെ ചട്ടി പോലും വാങ്ങാൻ പറ്റില്ല. ആ ശരി ശരി, നേരെ നോക്കി വണ്ടി ഓടിക്കാൻ.